ഇത് എൻ്റെ സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടൊരു തീയലാണ്. അതിനുവേണ്ടി കോവയ്ക്ക പറിച്ചെടുത്തതാണ്. നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ്. കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇതൊന്ന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തീയല. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. കോവയ്ക്ക നീളത്തിലരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവോളയും ഒരു 3-4 പച്ചമുളക്, മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എരിവ് കുറഞ്ഞ പച്ചമുളക് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഒരു മീഡിയം സവോളയും ഇതും കൂടി അരിഞ്ഞ് ചേർക്കണം. എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ചട്ടി അടുപ്പ് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടു. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കായും സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. തീയലിന് ആവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങ ചിരണ്ടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരുപോലെ ആകാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കഷ്ണം വാളംപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയും മറ്റ് മസാലകളെല്ലാം കൂട്ടി നമുക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന കോവയ്ക്ക വെന്തോന്ന് നോക്കാം. കോവയ്ക്ക ഏകദേശം 1/4 വേവോളം ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടുന്ന് വാങ്ങി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇവിടെ തന്നെയാണ് ഞാൻ വറുക്കാൻ പോകുന്നത്. തേങ്ങ വറുക്കാനുള്ള ചട്ടി വെച്ച് ഈ തേങ്ങ അതിനകത്തേക്കിട്ട് ചെറുതീയിൽ നല്ലപോലെ വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ വറുത്തെടുത്തതിന് ശേഷം ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പൊടികൾ ചേർക്കാൻ പോകുന്നത്. സ്റ്റവ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി, പച്ചമുളക് ചേർത്തത് കൊണ്ടാണ്. പച്ചമുളക് ചേർത്തില്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കണം. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇങ്ങനെയാണ് ഞാൻ ചേർത്തത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം നല്ലപോലെ. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. നമുക്ക് തീയലിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം കേട്ടോ. വീണ്ടും ഞാൻ പച്ചക്കറി വേവിച്ചത് അടുപ്പിലോട്ട് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം പുളിവെള്ളവും കൂടി ഒഴിക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നല്ല കൊഴുപ്പിലാണ് ഇരിക്കുന്നത്. പുളിവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഗ്രേവി ആവശ്യമെങ്കിൽ ഒത്തിരി ലൂസായി പോകരുത്, ചെറിയൊരു ടൈറ്റായിട്ടിരിക്കണം. പച്ചവെള്ളം കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം.
ഇത് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ചാറ് കുറച്ചുകൂടെ വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് ഒരു കഷ്ണം കരിപ്പെട്ടി ശർക്കര അതും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ചെറിയ മധുരത്തിന് വേണ്ടി. പുളി എരിവൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ശർക്കരയൊക്കെ അലുത്ത് ഒന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റി കോവയ്ക്ക തീയൽ എൻ്റെ സെർവിങ് ബൗളിലിരിക്കുന്നു. നല്ല അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതുവർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉള്ളതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.